ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. മുംബൈ വീഴ്ത്തി ഒന്നാം ക്വാളിഫയറിലേക്ക് പഞ്ചാബ് കിങ്സ്. IPL 18 സീസണിൻ്റെ ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാക്കി ഒന്നാം ക്വാളിഫയറിന് യോഗ്യത നേടിയിരിക്കുകയാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ്. കഴിഞ്ഞ ദിവസം നടന്ന ഡു ഓർ ഡേ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിൽ പരാജയപ്പെടുത്തിയാണ് ശ്രേയസ് അയ്യരുടെ സംഘം അങ്ങനെ ഒന്നാം ക്വാളിഫയറിന് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താൽ ഒന്നാം ക്വാളിഫയറിനുള്ള യോഗ്യതയും അതോടൊപ്പം തന്നെ ജയിക്കുകയാണെങ്കിൽ ഫൈനൽ ടിക്കറ്റും, തോൽക്കുകയാണെങ്കിൽ ഒരു ലൈഫിൽ എന്ന വണ്ണം രണ്ടാമത്തെ ക്വാളിഫയറിൽ മത്സരിക്കാനുള്ള ചാൻസും ഉണ്ടാകും. അതിനാൽ തന്നെ 4 ടീമുകളും പ്ലേ ഓഫ് ഉറപ്പിച്ച 4 ടീമുകളും ഒരുപോലെ കാത്തിരുന്ന ഒരു യോഗ്യതയായിരുന്നു ടോപ്പ് 2 ഫിനിഷ്. അങ്ങനെ മുംബൈ വീഴ്ത്തിക്കൊണ്ട് പഞ്ചാബ് അങ്ങനെ ടോപ്പ് 2 ഫിനിഷ് ഉറപ്പാക്കി നിലവിൽ ഒന്നാം ക്വാളിഫയറിന് യോഗ്യത നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നടന്ന പോരാട്ടത്തിൽ 7 വിക്കറ്റിനായിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബിൻ്റെ തകർപ്പൻ വിജയം. ആദ്യം വരുന്ന മുംബൈ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 18.3 ഓവറിൽ 9 പന്തുകൾ ശേഷിക്കെ പഞ്ചാബ് വിജയിച്ചു കയറുകയായിരുന്നു. മുംബൈക്ക് വേണ്ടി പതിവ് പോലെ മികച്ച ഫോമിൽ കളിച്ച സൂര്യകുമാർ യാദവ് തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം. 39 പന്തിൽ 57 റൺസാണ് സ്കൈ നേടിയത്. റയാൻ റിക്കൾട്ടൺ 27, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 26 റൺസ് നേടിയപ്പോൾ മറ്റു ബാറ്റർമാർ നിരാശപ്പെടുത്തി. പഞ്ചാബിന് വേണ്ടി അർഷ്ദീപ്, മാർക്കോ ജോൺസൺ, വൈശാഖ് വിജയകുമാർ എന്നിവർ 2 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ടായിരുന്നു. കിങ്സിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ വളരെ മികച്ച ഓപ്പണിങ്ങിൽ തന്നെ വളരെ മികച്ച സ്കോറിലേക്ക് പഞ്ചാബ് എത്തിയിട്ടുണ്ടായിരുന്നു. മികച്ച തുടക്കം ലഭിച്ച പ്രഭ്സിമ്രൻ സിംഗിനെ ജസ്പ്രീത് ബുംറ മടക്കിയിട്ടുണ്ട്. പിന്നീട് വന്ന ജോഷ് ഇംഗ്ലിസും പ്രിയാൻ ഷാരിയും ഒത്തുചേർന്ന 2ാം വിക്കറ്റിലാണ് പഞ്ചാബ് മത്സരത്തിൻ്റെ ഗതി പിടിച്ചെടുത്തത്. ജോഷ് ഇംഗ്ലിസ് 42 പന്തിൽ 73 റൺസ് എടുത്ത് പുറത്തായപ്പോൾ പ്രിയാൻ ഷാരി 62, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പഞ്ചാബിൻ്റെ വിജയം എളുപ്പമാക്കി. മുംബൈക്ക് വേണ്ടി മിച്ചൽ സാന്റ്നർ 2ഉം ജസ്പ്രീത് ബുംറ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ മുംബൈ വീഴ്ത്തി പഞ്ചാബ് അങ്ങനെ ടോപ്പ് 2 ഉറപ്പാക്കിയിട്ടുണ്ട്. മെയ് 29 നടക്കുന്ന ഒന്നാം ക്വാളിഫയറിൽ ആരായിരിക്കും പഞ്ചാബിൻ്റെ എതിരാളികൾ? ഇന്ന് നടക്കുന്ന അവസാന ലീഗ് പോരാട്ടത്തിൽ ലക്നൌവിനെ RCB പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഒന്നാം ക്വാളിഫയറിൽ RCB വേഴ്സസ് പഞ്ചാബ് പോരാട്ടം നമുക്ക് കാണാം. അല്ലെങ്കിൽ നിലവിലത്തെ പോയിന്റ് ടേബിളിൻ്റെ സ്ഥാനം പ്രകാരം ഗുജറാത്തായിരിക്കും പഞ്ചാബിൻ്റെ എതിരാളികൾ. എന്നിരുന്നാലും മെയ് 30 നടക്കാവുന്ന എലിമിനേറ്ററിൽ മുംബൈയുടെ എതിരാളികൾ ആരാണെന്നതും നമുക്ക് ഇന്നത്തെ പോരാട്ടം കൊണ്ട് അറിയാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.